അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി ബഅദ്. നൂറ് നോക്കാം അല്ലേ? കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ചെറിയൊരു പരിക്ക് പറ്റിയതാണ് സംഭവിച്ചത് കേട്ടോ. ഓക്കെ, മൗസ് എന്താ വർക്ക് ചെയ്യാത്ത. ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഇമാം അൽ ഷാത്തിബി എന്നിവരുടെ ഒരു സംസാരമാണ്, ഒരു അഭിപ്രായമാണ്. Ruling that differs whenever custom refer is not reflection of any difference in the divine instruction itself. അല്ലേ? നിയമങ്ങൾ മാറുന്നത്, കസ്റ്റം മാറുന്നതിനനുസരിച്ച് നിയമങ്ങൾ മാറുന്നത്. ഇതിന് ഉദാഹരണമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം ശേഷവും പറയുന്നുണ്ട്. അതായത് ഹനഫി മദ്ഹബിൽ ഒരു സമയത്ത് എന്തുണ്ടായിരുന്നില്ല, പൈസ ഖുർആൻ പഠിപ്പിക്കുന്നവർ പൈസ വാങ്ങാൻ പാടില്ല എന്നായിരുന്നു നിയമം. പക്ഷെ കസ്റ്റം മാറി. അന്ന് എല്ലാവർക്കും ഭയങ്കര താല്പര്യത്തോടു കൂടിയായിരുന്നു. പിന്നെ കസ്റ്റം മാറി. പിന്നെ കസ്റ്റം മാറിയ സമയത്ത് പണം സ്വീകരിക്കാം എന്ന നിലയിൽ നിയമം മാറ്റി. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ്? ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ വജീ ഉദ്ദേശമുണ്ട് ഖുർആൻ പഠിപ്പിക്കുക. അപ്പോൾ ആദ്യ സമയത്ത് ആളുകൾ താല്പര്യത്തോടെ വന്നപ്പോൾ പൈസൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പൈസ വാങ്ങണ്ട എന്ന് വിധി വന്നു. പിന്നെ ആളുകൾക്ക് പിന്തിരിഞ്ഞപ്പോൾ അടിസ്ഥാന ലക്ഷ്യം ഖുർആൻ സംരക്ഷിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ നിയമം മാറ്റേണ്ടി വന്നു. അതാണ് പറഞ്ഞത്. ഈ കസ്റ്റം രീതികൾ, സാഹചര്യങ്ങൾ, ആചാരങ്ങൾ മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ വിധികൾ മാറ്റുന്നത് ഒരിക്കലും ഇസ്ലാമിൻ്റെ ഡിവൈൻ ഇൻസ്ട്രക്ഷൻ, വഹീന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുള്ളതല്ല. നമ്മൾ പറഞ്ഞല്ലോ ഖുർആൻ്റെ സംരക്ഷണം, ഇന്നാലഹുല ഹാഫിളു എന്നുള്ളതാണ് അവിടെ നടക്കുന്നത്. അത് ഒരിക്കലും മാറ്റണില്ല. പക്ഷേ കസ്റ്റം മാറുന്നതനുസരിച്ചാണ് നിയമങ്ങൾ മാറുന്നത്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മാറുന്നില്ല. For the Sharia was revealed to be permanent and eternal. കാരണം ശരിയ എന്നും നിലനിൽക്കാനുള്ളതാണല്ലോ. ശരിയ ഇങ്ങനെ നിയമങ്ങൾ മാറ്റാനുള്ളതാണോ? അപ്പോൾ ശരിയൻ്റെ അടിസ്ഥാന സംഭവങ്ങളൊക്കെ എന്നും നിലനിൽക്കും. അപ്പോൾ അതിനർത്ഥം ഈ കസ്റ്റം മാറുന്നതിനനുസരിച്ച് നിയമങ്ങൾ മാറ്റുന്നത് എന്തല്ല, ശരീഅത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ മാറ്റലല്ല. അത് എന്നേക്കുള്ളതാണ്, എല്ലാ കാലത്തിനേക്കും യോജിച്ചതാണ്. Hypothetically, were this world to remain without end, the people remain liable as well. The Sharia would not be any additions. അല്ലേ? അതായത് ആളുകൾ എന്നൊന്നും നിലനിൽക്കണമെങ്കിൽ, അതോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ ആളുകൾ സ്വീകരിക്കണമെങ്കിൽ ശരിയ ഒരു അഡീഷനും ഇല്ലാതെ, ഒരു ആഡിങ്സും ഇല്ലാതെ നിലനിൽക്കണം. ഇൻ അതർ വേർഡ്സ്, whenever customs change, they would fall under another principle of Sharia that would govern them. അല്ലേ? കസ്റ്റം മാറുന്നതിനനുസരിച്ച്, നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് എന്താവും, they would fall under another principle of Sharia that would govern them. അപ്പോൾ എന്താണ്, ശരിയ മാറുന്നതിനനുസരിച്ച്, കസ്റ്റം മാറുന്നതിനനുസരിച്ച് മറ്റൊരു നിയമത്തിൻ്റെ എന്തിൻ്റെ അണ്ടറിലാവുന്നു, അനദർ പ്രിൻസിപ്പിൾസ് ഓഫ് ശരിയ മറ്റൊരു മറ്റൊരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലായിട്ട് ആയി മാറുന്നു എന്നർത്ഥം. ഓക്കെ, അതിന് ഉദാഹരണം പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മൾ ഖുറാൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞിരിക്കണമല്ലോ. ഇൻ ദി എക്സാമ്പിൾ ഓഫ് ടേക്കിംഗ് വേജസ് ഫോർ ടീച്ചിങ് ഖുർആൻ, ദ ഫസ്റ്റ് ഓഫ് ടു പ്രിൻസിപ്പിൾസ് വാസ് ദാറ്റ് ദർ ഇസ് നോ ഇൻറ്റൻഷൻ അതർ ദാൻ ദ പ്ലഷർ ഓഫ് അല്ലാഹ് ഇൻ ആക്ട്സ് ഓഫ് ഡിവേഷൻ. അല്ലേ? അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഫീ സബീലില്ല മാത്രമാണ് കുറേ ആളുകൾ ചെയ്തു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പൈസേൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പൈസ ഇല്ലയെന്ന് വെച്ചാൽ ആൻഡ് ദി സപ്പോർട്ടഡ് ദി വ്യൂ ഓഫ് ഇംപെൻസിബിലിറ്റി ഇൻ ഫസ്റ്റ് ഇയർ. അല്ലേ? അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു കസ്റ്റം അവിടെ ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് എന്ത് പറ്റും, പൈസ വാങ്ങണ്ട എന്ന നിയമം ഖുർആനെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെ നടക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ എന്തായി, and the second was to preserve the Quran by teaching is to youngsters. This supported the view of permissibility in second era. അല്ലേ? അപ്പോൾ യങ്ങസ്റ്റേഴ്സിന്, പുതിയ ആളുകൾ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പൈസ വെക്കണം എന്നത് ഖുർആനെ സംരക്ഷിക്കുക എന്ന ശരിയയുടെ നിയമത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ശരിയേൻ്റെ നിയമമുണ്ട്, ഖുർആൻ എന്താവണം, സംരക്ഷിക്കപ്പെടണം. അപ്പോൾ ആദ്യം ഖുർആൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു, പൈസ വാങ്ങാൻ പറ്റൂല. ഖുർആൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പൈസ വാങ്ങാൻ പറ്റും എന്ന നിയമമാണ് വന്നത്. ഓക്കെ, അപ്പോൾ ടൈമും പ്ലേസും മാറുന്നതനുസരിച്ച് ഇജ്തിഹാദ് എന്താണ് മാറും. ആ റൂളിങ്ങിൽ എന്തെങ്കിലും മാറ്റം വരുന്നു എന്നല്ല, എല്ലാ സാഹചര്യം, സർക്കംസ്റ്റാൻസസിനനുസരിച്ച്, കോണ്ടക്സ്റ്റുകൾ, സാഹചര്യത്തിനനുസരിച്ച് ഇജ്തിഹാദ് മാറുകയാണ് എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ സാഹചര്യവും സമയവും മാറുന്നതനുസരിച്ച് എന്താവും, കോണ്ടക്സ്റ്റുകൾ, സർക്കംസ്റ്റാൻസുകൾ മാറുന്നതനുസരിച്ച് നിയമങ്ങൾ മാറേണ്ടി വരും. മാറുന്ന നിയമങ്ങൾ മാറും.
ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്താണ് ചേഞ്ച് ആവുക എന്നത് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ ചേഞ്ച് ആവില്ല എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അതായത് while ijtihad is always necessary in all field to correct our understanding, the following matters are not subject to change. ഇജ്തിഹാദ് ചില സാധനങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ചില സാധനങ്ങൾ മാറുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ ചില സാധനങ്ങൾ ഒരിക്കലും മാറില്ല, ഒരു ഘട്ടത്തിൽ മാറില്ല. എന്ത് സർക്കംസ്റ്റൻസ് മാറിയിട്ടും കോണ്ടക്സ്റ്റൽ മാറിയിട്ടും ഒന്നും കാര്യമില്ല. മാറാത്ത കാര്യങ്ങൾ നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. whether due to changes in customs, world conditions, technological advancement, or may any circumstantial variable, അല്ലേ, നമ്മുടെ രീതികൾ മാറി, നമ്മുടെ വേൾഡ് കണ്ടീഷൻസ്, ലോകത്തിൻ്റെ അവസ്ഥകളൊക്കെ മാറി, ടെക്നോളജി കുറേ ഉഷാറായി, എന്തായിട്ടും കാര്യമില്ല, മാറാത്ത കാര്യങ്ങളാണ് ഇത് പറയുന്നത്. ഒന്ന് വിശ്വാസ കാര്യങ്ങൾ, ഓൾ മാറ്റേഴ്സ് ഓഫ് ക്രിയേറ്റ്, വിശ്വാസ കാര്യങ്ങൾ, അല്ലേ, ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ, അക്കീദയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിശ്വാസ കാര്യങ്ങൾ. പിന്നെ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ, അല്ലെ, നിസ്കാരം, നോമ്പ്, കാര്യങ്ങളിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. പിന്നെ ഒരിക്കലും മാറാത്ത റൂളിങ്സുകൾ, പിന്നെ ആരാധനാ രീതികൾ, വർഷിപ്പുകൾ, അല്ലേ. ഉദാഹരണം പറയുന്നത് നിസ്കാരങ്ങൾ, പിന്നെ അതുമായി അനുബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ഹജ്ജ്, ഫാസ്റ്റിങ്, അല്ലേ, ഹജ്ജ് ചെയ്യുക, പിന്നെ നോമ്പോൽക്കുക, അത്തരം കാര്യങ്ങളൊന്നും മാറ്റം ഉണ്ടാവില്ല. പിന്നെ ശരീഅത്തിൽ വളരെ ഫിക്സ്ഡ് ആയ സാധനങ്ങൾ, ഉദാഹരണം മുഖദ്ദറാത്തുകൾ, കള്ളൊരു കാലഘട്ടത്തിൽ ഹറാമാലല, അങ്ങനെയൊന്നുമില്ല, കള്ളൊന്നും പറ്റാത്തതാണ്. പിന്നെ കഫാറത്തുകൾ, പിന്നെ ഇതാമു ഷറത്ത് മസാക്കി എന്നൊക്കെ ഉണ്ടാവില്ല, കഫാറത്തുകൾ, പ്രായശ്ചിത്യം, അങ്ങനത്തെ സാധനങ്ങൾ, ഇദ്ദൻ്റെ പീരീഡ്, അങ്ങനത്തെ സാധനങ്ങളും ഉണ്ടാവില്ല ഇസ്ലാമിൽ. പിന്നെ എസ്റ്റാബ്ലിഷ് ആയ സാധനങ്ങൾ, ഫിക്സ്ഡ് ആയ സാധനങ്ങൾ, അതിനൊന്നും ഒരു ചേഞ്ചും ഉണ്ടാവില്ല. പിന്നെന്താ പറഞ്ഞത്, പിന്നെ മനുഷ്യൻ്റെ സജസ് ഇൻ കേസ് വേർ ദി കോമൺ ഇൻട്രസ്റ്റ് ഇൻ ദി ഡിസൈഡിങ് ഫാക്ടേഴ്സ്. ഇപ്പോൾ മക്കാസിദു ശരിയകളുണ്ടല്ലേ, പിന്നെ ഇസ്ലാമിൻ്റെ സംരക്ഷിക്കേണ്ട സാധനങ്ങൾ, അതായത് എറിള്, മനുഷ്യൻ്റെ അഭിമാനം, മാല്, ഹിഫ്ലുൽ മാല്, ഹിഫ്ലുൽ എറിള്, ഹിഫ്ലുൽ നസബ് എന്ന സാധനങ്ങളുണ്ട്. അങ്ങനത്തെ അടിസ്ഥാനപരമായിട്ടുള്ള സാധനങ്ങളൊന്നും, പിന്നെ മനുഷ്യന് ഉപകാരമുള്ള സാധനങ്ങൾ സ്വീകരിക്കുക, പിന്നെ ഉപകാരമുള്ള സാധനങ്ങൾ ശരിയായി ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. എല്ലാ മനുഷ്യന്മാർക്കും ഉപകാരമുള്ള സാധനങ്ങൾ അതൊക്കെ സ്വീകരിക്കാം, ഉപദ്രവമുള്ള ഒഴിവാക്കുക, അത്തരം വിഷയങ്ങളൊന്നും മാറ്റം ഉണ്ടാവില്ല. പിന്നെ ബേസിക് റൂളിങ്സ്, ഏതുപോലത്തെ, പിന്നെ ഇസ്ലാമിൻ്റെ മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട, ധാർമ്മികതയുമായി ബന്ധപ്പെട്ടത്, ഉദാഹരണം പിന്നെ കൊലപാതകം പാടില്ല, പിന്നെ വ്യഭിചാരം പാടില്ല, പിന്നെ ഒരാളെ വഞ്ചിക്കാൻ പാടില്ല, അതുപോലത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ ഗീബത്ത് പറയാൻ പാടില്ല, മുന്താന വെക്കാൻ പാടില്ല, അതുപോലത്തെ കാര്യങ്ങൾ. പിന്നെ മനുഷ്യൻ്റെ പിന്നെ ദ ഒബ്ലിഗേഷൻ ഓഫ് മ്യൂച്വൽ അഗ്രിമെൻറ്റ് ഇൻ കോൺട്രാക്ട്സ്, മനുഷ്യൻ്റെ വ്യക്തിമായ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ മനുഷ്യന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, പിന്നെ ജീവിതം, ഇഫ്ലുൽ ഹയാത്തോ, അങ്ങനെയുണ്ട്. പിന്നെ മനുഷ്യൻ ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കുക, പിന്നെ പ്രോപ്പർട്ടി, ഇഫ്ലുൽ മാല്, അങ്ങനത്തെ വിഷയങ്ങളിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. ഇസ്ലാമിൻ്റെ മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല എന്നർത്ഥം. ഓക്കെ, പിന്നെ മാറ്റം ഉണ്ടാവുക എന്തിലാണ്? ആഫ്റ്റർ എക്സ്പ്ലോറിംഗ് ദോസ് സ്ഫിയേഴ്സ് ഇറ്റ് സീംസ് ദാറ്റ് ദ റിന്യൂവൽ ഓഫ് ഇജ്തിഹാദ് മോസ്റ്റ് നീഡഡ് ഇൻ ദി സ്ഫിയർ ഓഫ് ഗവേണൻസ്, അല്ലേ. പിന്നെ ഇസ്ലാമിൻ്റെ ഇതൊക്കെ പിന്നെ മാറ്റം വരുന്നത് ഗവേണൻസ്, പിന്നെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ പിന്നെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, എംപ്ലോയ്മെൻറ്റ്, ജോലി, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് പിന്നെ മാറ്റങ്ങൾ വരിക. ഓക്കെ, ജുഡീഷ്യറി, അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ മാത്രമേ മാറ്റങ്ങൾ സംഭവിക്കുള്ളൂ. അല്ലാതെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പില്ലേഴ്സിലോ അല്ലെങ്കിൽ പിന്നെ വിശ്വാസ കാര്യങ്ങളിലോ അല്ലെങ്കിൽ മക്കാസിദു ശരിയയിലോ അല്ലെങ്കിൽ പിന്നെ അത്തരം കാര്യങ്ങളിൽ ഒന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത പിന്നെ ഹെഡിങ് അടുത്ത ക്ലാസ്സിലെടുക്കാം. അസ്സലാമു അലൈക്കും.